കേസ് കേരളത്തിലെ കോൺഗ്രസിന്റെ മേൽവിലാസമായി മാറിയ ഒരു 10 വർഷമുണ്ട്. ഇപ്പൊ 91 മുതൽ 2001 വരെ. അതിനു മുൻപ് കേസ് ഉണ്ട്. പക്ഷെ 91-ന് ശേഷം വരുന്ന കേസ് വേറൊരു കേസാണ്. ആ 10 വർഷം ശരിക്കും പറഞ്ഞാൽ കേസിനെ കേസാക്കി മാറ്റി 10 വർഷമല്ലേ? കണ്ണൂരിന്റെ ജില്ലാ ചുമതല ഉണ്ടായിരുന്ന സമയം അല്ലേ? അന്ന് കേസ് നേരിട്ട ആ മാർക്സിസ്റ്റ് പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ കേസിലെ രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ പരിവപ്പെടുത്തിയത്. അത്ര പോരാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ആ കാലത്ത്? അതാണോ ഇപ്പോഴും കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധനായിട്ട് കേരളത്തിൽ കേസ് കഴിഞ്ഞിട്ട് ഒരു മാർക്സിസ്റ്റ് വിരുദ്ധത പറയുന്നത്? അതിന്റെ ഒരു പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ഈ ഏരിയ എന്ന് പറയുന്നത് ഉത്തര മലബാർ CPM-ന്റെ കൊട്ടക്കൊത്തളമാണ്. അവർ തല്ലിയും കുത്തിയും വെട്ടിയും കൊന്നും ഇവിടെ ഒരുപാട് രാഷ്ട്രീയ അരാജകത്വം ഉണ്ടാക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചവരാണ് നമ്മൾ. 10-22 ആളുകളെ 22 ചെറുപ്പക്കാർ വെട്ടി നുറുക്കി കൊന്നൊരു നാടാണ് നമ്മുടെ നാട്. ഈ തലശ്ശേരിയിലെ മാഹിയിലെ പുഴയോരത്തു നിന്ന് ഞാൻ 10-22 ആളുകളുടെ ഡെഡ് ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടുവന്ന ബോഡി ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. അവരുടെയൊക്കെ കുടുംബവുമായിട്ട് എനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അക്രമത്തിന് വിധേയമായി അതിനെ എതിർത്ത് തോപ്പിച്ച് നിൽക്കുന്നൊരു പ്രദേശമായതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തിന് CPM വിരുദ്ധ ഏരിയ എന്ന നിലക്ക് പബ്ലിക്കായി അറിയപ്പെടുന്നത്. ശരിക്കും കേസിനെ അടയാളപ്പെടുത്തുന്നത് അന്ന് കയ്യിൽ ഏറ്റുവാങ്ങിയ ശരീരം പോലെ CPM-ന്റെ ആക്രമണത്തിന് ഇരയായി തീർന്ന വീട്ടിലെ മനുഷ്യരാണ് ശരിക്കും കേസിലെ രാഷ്ട്രീയത്തെ പരിചയപ്പെടുത്തിയത് ഒരർത്ഥത്തിൽ അല്ലേ? എന്ന് പറഞ്ഞാൽ അതിനിരയായി തീർന്ന മനുഷ്യരുണ്ട്. എന്റെ അടുത്ത് ഒരു നേതാവ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, കേസ് ഉള്ളപ്പോ ഞങ്ങൾക്ക് ഭയമില്ലായിരുന്നു എന്ന് പറഞ്ഞ ചില നേതാക്കൾ ഞങ്ങൾ ചില പ്രതികരണം എടുത്തിരുന്നു അന്ന് ആ സമയത്ത്. അവർക്ക് ഇപ്പോഴും കേസിന് അങ്ങനെ ഒരു സംരക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ? മാർക്സിസ്റ്റ് മാറി, ഒരുപാട് മാറി. ഇപ്പം കുറച്ചുകൂടി ഭയമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. പഴയ രീതിയിലുള്ള കൊല്ലും കൊലയൊന്നുമില്ല. പിണറായി വിജയനെ അങ്ങ് ബ്രണ്ടൻ കോളേജിലെ നേരിട്ട് ഏറ്റുമുട്ടുന്ന സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിണറായി തന്നെ പറഞ്ഞൊരു പ്രത്യേക ആക്ഷൻ എന്നൊക്കെയാണ്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു ഭാഗം. ശരിക്കും നിങ്ങൾ നേരിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് ബ്രണ്ടൻ കോളേജില്. അന്ന് പിണറായിയും കേസും ആ അർത്ഥത്തിൽ 2 ബ്രാൻഡുകളായിരുന്നു അവിടെ ബ്രണ്ടനില്. CPM-ന്റെ SFIയുടെ നേതാവ് പിണറായി വിജയൻ അന്ന് പരീക്ഷ എഴുതാൻ വന്നതാണ്. ഞാൻ അന്നത്തെ ദിവസം അദ്ദേഹം പരീക്ഷ എഴുതാനായിട്ട് വന്നതാണ്. അദ്ദേഹം അന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്തായിരുന്നു. ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വന്ന സമയത്താണ് എക്സാമിനേഷൻ നടക്കുന്നത്. ആ എക്സാമിനേഷൻ നടക്കുമ്പോഴുള്ള ഒരു പ്രശ്നമായിരുന്നു ഇത്. അദ്ദേഹം കയറി വരുന്ന സ്റ്റെയർ കേസിൽ നിന്ന് ഞാനും അയാളും തമ്മിൽ വാക്ക് തർക്കമായി. അപ്പോൾ അവിടെ വെച്ച് ഞാനും അയാളും തമ്മിൽ ഏറ്റുമുട്ടി ഇദ്ദേഹം താഴത്തോട്ട് പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? ഇപ്പൊ രാഷ്ട്രീയ ഒന്നുമല്ല, ഇന്ന് പിണറായി വരും ഒരെണ്ണം ഒന്നുമല്ല അങ്ങനെയൊന്നുമല്ല. യാദൃശ്ചികമായ സംഭവമാണ്. എപ്പോഴെങ്കിലും പിണറായിയുമായിട്ടൊരു സൗഹൃദ സംഭാഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ കാര്യമായി നടത്തിയിട്ടില്ല. ഇല്ല. ഈ ഒരു പിണറായി വിരോധം എന്നുള്ളത് പിണറായി വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ ഞാനില്ല. ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനും ഞാനില്ല. പിണറായി വിജയൻ അങ്ങയെക്കുറിച്ച് അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടായിരുന്നോ? പിണറായി അങ്ങയെക്കുറിച്ച് പറഞ്ഞത് കേട്ടായിരുന്നോ? കേസ് ആണ് ശരി എന്നാണ് പറഞ്ഞത്. ആ പാർട്ടിയെ സംബന്ധിച്ച് കേസ് എടുത്ത നിലപാടാണ് ശരി. ജി സുധാകരൻ നിലപാടിനെ കുറിച്ച് പിണറായി വിജയൻ അങ്ങയെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് പിണറായിയായിട്ട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? അതൊക്കെ സന്ദർഭം ആണ് തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോ കണ്ടാൽ ആ പഴയ വിരോധമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കാലം ഇത്രയും കഴിഞ്ഞു. ശാശ്വതമായ ഒരു വിരോധമൊന്നും ഇല്ലല്ലോ ആർക്കും, ആവശ്യമില്ല അല്ലേ? ഇപ്പൊ രാഷ്ട്രീയം അവിടെ നിന്നൊക്കെ മാറി. ഓക്കെ, അപ്പോ നമ്മള് ഇനി ഒരു 1-2 കുഞ്ഞു കാര്യങ്ങളിലൂടെ വന്നാലേ, ഇപ്പോ ഇപ്പൊ കേസാണ് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിലുള്ള വാർത്താതാരമായി മാറിയത്. ഞങ്ങൾ അത്ഭുതപ്പെടുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചത്. ഇപ്പോഴും ചില മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു മാധ്യമത്തിൽ കേട്ടതാണ്, എനിക്കറിയില്ല, ഞാൻ അങ്ങയുടെ തന്നെ തുറന്നു ചോദിക്കുകയാണ്. അങ്ങയുടെ മകനാണ് ഈ വിഷയത്തിൽ ഇടനില നിന്നത്. VD സതീശൻ അങ്ങയുടെ മകന് ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഡൽഹിയിൽ നിന്ന് വരുത്തി ആ ഒത്തുതീർപ്പിലേക്ക് നയിച്ചു എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ. അങ്ങേ ഈ പ്രശ്നത്തിൽ നിന്ന് അങ്ങയോട് പറഞ്ഞ് മനസ്സിലാക്കണം, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് അങ്ങയുടെ മകനെ VD സതീശൻ കണ്ട് ബോധ്യപ്പെടുത്തി അങ്ങയോട് പറയാൻ പറഞ്ഞു. ഇതൊരു മാധ്യമപ്രവർത്തനം പറയാണ്. ഇത് VD അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. അസംബന്ധം. മാധ്യമപ്രവർത്തകർക്ക് അപമാനമാണ് മാധ്യമപ്രവർത്തകൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
നമ്മൾ അങ്ങനത്തെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അങ്ങയുടെ മകൻ ഇപ്പം കോയമ്പത്തൂരല്ലേ ഉള്ളത് അല്ലേ? ഉള്ളത് ഇപ്പം അവിടെയാണ്. അതെ. അപ്പൊ ഇതിനകത്ത് ഈ ഇടപെടലിൽ അങ്ങനെ ഒരു ആരോപണം വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടില്ല അല്ലേ? പക്ഷേ അറിയേണ്ട ഒരു കാര്യം തുറന്നു പറയാമെങ്കിൽ മാത്രം കേസ് പറഞ്ഞാൽ മതി. അത് പാർട്ടിയാണ് ഇപ്പം കേസ് അന്ന് ആ ലിഫ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് വരെ വലിയ ചർച്ച കേരളത്തിലുണ്ടായിരുന്നു. കേസ് ഒരു പക്ഷേ ഗോദാവരിയിലെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് കാറിൽ കയറുന്നത് വരെ, താഴെ കയറുമ്പോഴാണല്ലോ അങ്ങ് പറയുന്നത് പാർട്ടി വലുത്, ഞാൻ എത്രയോ ചെറുതാണ് എന്ന് കേസ് പറയുന്നുണ്ട്. അപ്പൊ അതിന് തൊട്ടു മുമ്പ് വരെ പലതരം ചർച്ചകൾ നിൽക്കുകയാണല്ലോ. അതിനു മുമ്പ് അങ്ങേക്ക് മല്ലികാർജുൻ ഖർഗെയുടെ ഒരു ഫോൺ വന്നിരുന്നു അല്ലേ? അപ്പൊ ആ ഫോൺ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കൂ? അല്ല, അദ്ദേഹം എന്നൊക്കെ സംസാരിച്ചു, അല്ലേ? എന്നെ സമാധാനപ്പെടുത്തി, എന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, പറഞ്ഞു. നേരിട്ട് അങ്ങോട്ട് പറഞ്ഞു അല്ലേ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങേക്ക് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും അങ്ങേ കേൾക്കണം എന്നല്ലേ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ? മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും അങ്ങേ ഒന്ന് കേൾക്കണം, അങ്ങ് പറയുന്ന അഭിപ്രായം അത് അറിയണം എന്നങ്ങ് ആഗ്രഹിച്ചു. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റണം. അത് 2 ലക്ഷ്യത്തിലാണ് അവർ എന്നെ വിളിപ്പിച്ചതും എന്നോട് സംസാരിച്ചത്.